Hello friends, welcome to Cooperative Winner. Junior Cooperative Inspector syllabus oriented ക്ലാസ്സിലെ 48ാമത്തെ വീഡിയോ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ് ടു 47 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എക്സാമിന് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മുടെ മുമ്പിൽ ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സെയിം സിലബസാണ്. അപ്പോൾ ഇനി സെയിം സിലബസിൽ ഇനിയും എക്സാംസ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ CSEBൻ്റെ എക്സാംസ് തന്നെ ഫെബ്രുവരി ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ടെൻഷനൊന്നും അടിക്കാതെ എക്സാം എഴുതുക. ഈ ഒരു എക്സാം തന്നെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നാളത്തെ ഒരു ദിവസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എൻ്റെ ഒരു അഡ്വൈസാണ്. പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനോ പഠിക്കാനോ ചെയ്യാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നോ അല്ലെങ്കിൽ ബുക്സിൽ നിന്നോ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു ഏരിയ നമ്മൾ എത്ര തറവായി പഠിച്ചു പോയാലും അവിടെ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. പല വേർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ വേർഡുള്ള വല്ല വേർഡും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ഒരിക്കലും അത് മറക്കില്ല. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ 100 മാർക്കിൻ്റെ മോഡൽ എക്സാം നാളെ നടത്തണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രിൻ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, ടൈപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ മാക്സിമം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ മാക്സിമം ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, എങ്കിലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും എല്ലാ പോർഷൻസും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നുള്ളൊരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് വന്നത് 1987, 1987 ഈ ഒരു ആക്ട് വന്നത്. 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് വന്നത്. ഇത് ഫോം ചെയ്തതെന്നാണ് 1988 ജൂലൈ 9 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഫോം ചെയ്തത്. ഇത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഡോക്ടർ രംഗരാജൻ കമ്മിറ്റി. ഓക്കെ, ഡോക്ടർ രംഗരാജൻ കമ്മിറ്റിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തത്. ഈ രംഗരാജൻ കമ്മിറ്റി തന്നെയാണ് കമ്പ്യൂട്ടറൈസേഷൻ ഇൻ ബാങ്കും റെക്കമെൻഡ് ചെയ്തത്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ഇത് ഹോളി ഓൺഡ് ബൈ RBI ആയിരുന്നു. ഇത് ഫുള്ളായിട്ട് ഓൺ ചെയ്തിരുന്നത് RBI ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഓൺ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആക്ട് 1987 ഫോം ചെയ്തത് 1988 ജൂലൈ 9. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? ന്യൂഡൽഹിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. RBI അല്ല. പല ബുക്കിലും RBI കാണും. അതിപ്പോൾ മാറിയിട്ടുണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈ റീസൺ 2019 അത് ചേഞ്ച് ചെയ്തത്. നെക്സ്റ്റ് നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഹൗസിംഗ് ബാങ്ക് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ. ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് ദ സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ മൊബിലൈസിംഗ് റിസോഴ്സസ് ആൻഡ് എക്സ്റ്റെൻഡിങ് ക്രെഡിറ്റ് ഫോർ ഹൗസിംഗ്. അപ്പോൾ ഈ ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അവർക്ക് റിസോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടും അവരുടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടു എക്സ്റ്റെൻഡ് റീഫിനാൻസ് ഫെസിലിറ്റീസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്കിനും ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റീഫിനാൻസ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ആൻഡ് അണ്ടർറൈറ്റിംഗ് ഫെസിലിറ്റീസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ ഈ ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷന് ഗ്യാരണ്ടി അതുപോലെ തന്നെ അണ്ടർറൈറ്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത് 3 ഒബ്ജക്റ്റീവ്. മെയിനായിട്ട് ഈ ഒരു ഹൗസിംഗ് ഫിനാൻസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഫോർമുലേറ്റ് സ്കീംസ് ഫോർ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് മൊബിലൈസ് ചെയ്യാനുള്ള സ്കീംസൊക്കെ എന്താ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് എക്സ്റ്റെൻഡ് ക്രെഡിറ്റ് ഫോർ ഹൗസിംഗ്. അതായത് ഈ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള സെക്ഷൻസൊക്കെ ഉണ്ടായിരിക്കില്ലേ സൊസൈറ്റിയിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഗവൺമെൻറ്റൊക്കെ സബ്സിഡി ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഹൗസിംഗ് ക്രെഡിറ്റ്, ഒരു ഹൗസ് ഉണ്ടാക്കാനുള്ള ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു എൻഷുർ ദെയർ ഗ്രോത്ത് ഓൺ സൗണ്ട് ലൈൻസ്. ഈ ഹൗസിംഗ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഗ്രോത്തിനും അവരുടെ സൗണ്ടായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ആൻഡ് ടു കോർഡിനേറ്റ് വിത്ത് വേരിയസ് ഏജൻസീസ് കണക്റ്റഡ് വിത്ത് ഹൗസിംഗ്. ടെക്നിക്കൽ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക.
ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റിസോഴ്സ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ സൗണ്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഫണ്ട്സ് നോക്കാം. ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 കോടിയായിരുന്നു, 100 crore. അത് ഓർത്തേക്ക്, 100 കോടിയാണ് ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തു, അത് ഫുള്ളായിട്ട് RBI സബ്സ്ക്രൈബ് ചെയ്തു. ഒക്കെ ഓർത്ത് വയ്ക്കുക. ഇത് ഫണ്ട് എങ്ങനെ റൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇഷ്യൂയിങ് ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഫസ്റ്റാണ് ഇഷ്യൂയിങ് ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ ബോറോയിങ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ്, ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് ലോങ് ടേം ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ഷോർട്ട് ടേം അക്കോമഡേഷൻ ഫ്രം ദ RBI ആൻഡ് ബോറോയിങ്സ് ഫ്രം ഫോറിൻ കറൻസീസ് ഫ്രം ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. അപ്പോൾ ആരൊക്കെയായിരുന്നു? ആദ്യം ഇഷ്യൂസ് ബോണ്ടും ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്തിട്ട്, ദെൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നോ ലോൺ എടുത്തിട്ട്, ദെൻ ലോങ് ഡ്യൂറേഷനിലെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട്, ദെൻ RBI നിന്ന് ഇതിലൊക്കെ ഷോർട്ട് ടേം ആയിട്ടുള്ള അക്കോമഡേഷൻസും അതുപോലെ തന്നെ ഫോറിൻ കറൻസീസൊക്കെ എന്ത് ചെയ്തിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട്, ആ ഫോറിൻ കറൻസീസും ആരുടെ ഫണ്ടാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഫണ്ടാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫണ്ട് റൈസ് ചെയ്തിരുന്നത്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഫണ്ട് റൈസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ സ്കീമാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമാണ് ഹോം ലോൺ അക്കൗണ്ട് സ്കീം. 1989 ജൂലൈ 1 ഇത് ഫോം ചെയ്തത്. അപ്പോൾ 1987 ആക്ട് 88 ജൂലൈ 9 ഫോം ചെയ്തു. 89 ജൂലൈ 1 എന്താ സംഭവിച്ചത്? സ്കീം സ്റ്റാർട്ട് ചെയ്തു, ഹോം ലോൺ അക്കൗണ്ട് സ്കീം. ഓക്കെ, ഈ ഒരു സ്കീം ഡെവലപ്പ് ചെയ്തത് ഷെഡ്യൂൾഡ് ബാങ്കിലൂടെയാണ് ഈ സ്കീം ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എൻകറേജ് ഇൻഡിവിജ്വൽസ് ടു സേവ് സ്പെസിഫിക്കലി ഫോർ ഹൗസിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. കാരണം നമുക്ക് വീടില്ലാത്ത ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീടിന് വേണ്ടി കുറച്ച് എമൗണ്ട് എപ്പോഴും മാറ്റി വയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കീം അഡോപ്റ്റ് ചെയ്തത്. 1989 ജൂലൈ 1 ഹോം ലോൺ അക്കൗണ്ട് സ്കീം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇത് സ്പെസിഫിക് ആയിട്ട് ഹൗസിംഗ് ഫോർ വുമണിന് ഹൗസിങ്ങിന് വേണ്ട സ്പെസിഫിക് ഡയറക്റ്റ് ഫിനാൻസ് സ്കീം ഫോർ ഹൗസിംഗ് ഫോർ വുമൺ, അതുപോലെ തന്നെ NHB will directly finance the project of public agencies and local bodies for the benefit of women belonging to the weaker section and low income group categories. മെയിനായിട്ട് ഈ വീക്കർ സെക്ഷനിലെ വുമൺസ്, അതുപോലെ തന്നെ വളരെ ലോ ഇൻകം കാറ്റഗറിയിൽപ്പെട്ട വുമൺ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഹൗസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സ്കീം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ NHBൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലോക്കൽ ഏരിയ ബാങ്കിൽ 2 പോയിൻ്റ് അന്ന് പറഞ്ഞത് ഒരുപാട് ക്ലാസ്സുകളെടുത്തതിൽ കണ്ടൻ്റൊന്നും അത്ര സഫീഷ്യൻ്റ് അല്ല. കാരണം ഡാറ്റ പിന്നീടാണ് കിട്ടാറ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള 2 പോയിൻ്റ് പറയുകയാണ്. 1996 ഈ ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ ഒരു ഫോർമേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്തത്. പിന്നെ ഈ ബാങ്ക് എങ്ങനത്തെ ബാങ്കാണ്? ദീസ് ബാങ്ക്സ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, പ്രൈവറ്റ് സെക്ടറിലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ടാണ് ഈ ഒരു ലോക്കൽ ഏരിയ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ, അതാണ് ലോക്കൽ ഏരിയ ബാങ്ക്. അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 5 കോടിയായിരുന്നു കേട്ടോ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 കോടിയായിരുന്നു, അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ, അങ്ങനെയായിരുന്നു ലോക്കൽ ഏരിയ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 കോടിയായിരുന്നു. പിന്നെ ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്കീം ഡെവലപ്പ് ചെയ്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, അത് മറക്കണ്ട. പിന്നെ അതിൽ 15,000
ഇൻഡിവിജ്വൽസിന് കൊടുത്തിരുന്നു. പിന്നെ അത് തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 5,000 കൂടെ എക്സ്ട്രാ കൊടുത്തിരുന്നു. 15,000 പ്ലസ് 5,000 ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നു. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ 4% ലോൺ കൊടുത്തിരുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഹൗസിങ്ങിനാണെങ്കിൽ 20,000 രൂപ ലോൺ കൊടുത്തിരുന്നു. 15,000 രൂപ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ലോണ്. 15,000 പ്ലസ് 5,000 ആർക്കായിരുന്നു? ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ ഹൗസിംഗ് ലോണും എത്രയായിരുന്നു? 20,000 രൂപ. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.